Hi everyone, welcome to the solution of Excel challenge number 3. നമുക്ക് ചലഞ്ച് ഒന്നുകൂടിയും കാണാം എന്നിട്ട് സൊല്യൂഷനിലേക്ക് പോകാം. ഇത് 5 എംപ്ലോയീസിന്റെ വേജസിന്റെ ഡാറ്റയാണ്. ഇത് ടോട്ടൽ ചെയ്യാനുള്ള കണ്ടീഷൻസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഓരോ ദിവസത്തെയും അവേഴ്സ്, വേജസ്, ഓവർ ടൈം വേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് ബ്രേക്ക് ടൈം ഉള്ളത്. അതുപോലെ അവേഴ്സ്, മിനിറ്റ്സ് ഫോർമാറ്റിലാണ് ക്ലോക്ക് ഇൻ ക്ലോക്ക് ഔട്ട് ഉള്ളത്. ആദ്യം തന്നെ ഒരു ഫ്രീ സ്പെയിൻ ചെയ്യാം. C2 സെലക്ട് ചെയ്യുക, വ്യൂ, ഫ്രീ സ്പെയിൻ. ഈ ഫ്രീ സ്പെയിൻ ചെയ്യുന്നത് നമ്മൾ താഴത്തേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡിങ്ങും അതുപോലെ എംപ്ലോയി നെയിമും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കോളം ആഡ് ചെയ്യുക, എന്നിട്ട് ക്ലോക്കിൻ്റെയും ക്ലോക്ക് ഔട്ടിൻ്റെയും ഡിഫറൻസ് കാണാം, ഈക്വൽ ടു ക്ലോക്ക് ഔട്ട് മൈനസ് ക്ലോക്ക് ഇൻ. ഈ ആൻസർ അവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ഫോർമാറ്റിലായിരിക്കും. ഇത് നമുക്ക് ഒരു കമ്പ്യൂട്ടേഷനും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു നമ്പർ വാല്യൂ അല്ല. നമ്പർ വാല്യൂയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 24 ആണ് അവേഴ്സ് ആൻഡ് മിനിറ്റ്സിനെ അവേഴ്സിലേക്ക് മാറ്റാനുള്ള നമ്പർ വാല്യൂ, അവേഴ്സിലേക്ക് മാറ്റാനുള്ള വാല്യൂ. നിങ്ങൾക്ക് മിനിറ്റിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ 24 കൊണ്ടും അതേപോലെ തന്നെ 60 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഈക്വൽ ടു ഡിഫറൻസ് ഇൻ അവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ഫോർമാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 24. ഇനി നമുക്ക് ബ്രേക്കിനെ അവേഴ്സ് മിനിറ്റ്സ് ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനാദ്യം തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ബ്രേക്ക് ടൈമിൻ്റെ അവേഴ്സ് മാത്രം ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എടുക്കണം. ഈക്വൽ ടു ലെഫ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രേക്ക് സെലക്ട് ചെയ്യുക, കോമ, ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു ക്യാരക്ടർ എടുക്കാനായിട്ട് 1 എൻ്റർ ചെയ്യുക. ഇനി നമുക്ക് മിനിറ്റ്സ് എടുക്കണം. മിനിറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ മിഡ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്, കാരണം ഇടയിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. മിഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്പെസിഫൈ ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്പേസ് ക്യാരക്ടറിന്റെ പൊസിഷൻ +1 ആണ്. ഈ കേസിൽ അത് 5 ആണ്. മിഡ് ഫംഗ്ഷന് എത്ര ക്യാരക്ടേഴ്സ് എടുക്കണം എന്നുള്ളതും കൂടി പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് തേർഡ് സ്പേസ് ക്യാരക്ടറിന്റെ പൊസിഷൻ ഫൈൻഡ് ചെയ്യണം. അതിൽ നിന്നും സെക്കൻഡ് സ്പേസ് ക്യാരക്ടറിന്റെ പൊസിഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമുക്ക് എടുക്കേണ്ട നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. തേർഡ് സ്പേസ് ക്യാരക്ടറിന്റെ പൊസിഷൻ കാണാനായിട്ട് നമ്മൾ സെർച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കും. അത് ഒരു ഫിക്സ്ഡ് വാല്യൂ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സെർച്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസ് ക്യാരക്ടർ കാണാനായിട്ട് ഈക്വൽ ടു സെർച്ച് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സ്പേസ് ഡബിൾ കോട്ട്സിൽ എൻ്റർ ചെയ്യുക, കാരണം അത് ഡയറക്റ്റ്ലി ഫോർമുലയുടെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാണ്, കോമ, ബ്രേക്ക് സെലക്ട് ചെയ്യുക, കോമ, 5 എൻ്റർ ചെയ്യുക. കാരണം 5ാമത്തെ ക്യാരക്ടറിന് ശേഷമുള്ള സ്പേസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 2 സ്പേസ് അത് ഒഴിവാക്കിക്കോളും. ഇനി ഈ ആൻസർ വെച്ചിട്ട് മിഡ് ഫംഗ്ഷൻ ട്രൈ ചെയ്യാം. ഈക്വൽ ടു മിഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രേക്ക് സെലക്ട് ചെയ്യുക, കോമ, സ്റ്റാർട്ടിംഗ് പോയിന്റ് 5, കോമ, സെർച്ച് ഫംഗ്ഷൻ്റെ റിസൾട്ട് -5, അതാണ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, എൻ്റർ ചെയ്യാം. ഇനി അവേഴ്സും മിനിറ്റ്സും നമുക്ക് ജോയിൻ ചെയ്യണം. അത് രണ്ടും 2 കോളത്തിലാണ് കിടക്കുന്നത്. കൊങ്കാറ്റനേറ്റ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു കൊങ്കാറ്റനേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, അവേഴ്സ് സെലക്ട് ചെയ്യുക, കോമ, ഡബിൾ കോട്ട്സ്, കോളൻ ഡബിൾ കോട്ട്സ്, കോമ, മിനിറ്റ്സ് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ റിസൾട്ടിനെ 24 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്കൊരു നമ്പർ വാല്യൂ കിട്ടുക. ഈക്വൽ ടു ബ്രേക്ക് ടൈം ഇൻ അവേഴ്സ് ആൻഡ് മിനിറ്റ്സ് ഫോർമാറ്റ് ഇൻറ്റു 24. റിവൈസ്ഡ് ക്ലോക്ക് ടൈം എന്ന് പറയുന്നത് ക്ലോക്ക് ടൈം ഡിഫറൻസ് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് മൈനസ് ഇപ്പോൾ കണ്ടുപിടിച്ച ബ്രേക്ക് ടൈം ആണ്. ഇനി സാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ റിവൈസ്ഡ് ക്ലോക്ക് ടൈം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ സാലറി 1000 ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് റിവൈസ്ഡ് ക്ലോക്ക് ടൈം ഇൻറ്റു 100 ആണ്. ഇതിന് ഇഫ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യണേ. ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, റിവൈസ്ഡ് ക്ലോക്ക് ടൈം സെലക്ട് ചെയ്യുന്നു, ഗ്രേറ്റർ ദാൻ സൈൻ, ഈക്വൽ ടു സൈൻ, ദെൻ ടൈപ്പ് 9, കോമ, ടൈപ്പ് 1000, കോമ, സെലക്ട് റിവൈസ്ഡ് ക്ലോക്ക് അവേഴ്സ് ഇൻറ്റു 100. ഇതുപോലെ തന്നെ OT കാൽക്കുലേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് 9 അവേഴ്സിൻ്റെ മേലെയുള്ള അവേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. സോ ഈക്വൽ ടു ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, റിവൈസ്ഡ് ക്ലോക്ക് ടൈം ഗ്രേറ്റർ ദാൻ 9, കോമ, ആണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, റിവൈസ്ഡ് ക്ലോക്ക് ടൈം സെലക്ട് ചെയ്യുക, -9 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ 150, കോമ, ടൈപ്പ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ടോട്ടൽ സാലറി ഈക്വൽ ടു ടോട്ടൽ സാലറി വിത്തൗട്ട് ഓവർ ടൈം ആൻഡ് ഓവർ ടൈം വേജസ്. ഇതിനൊന്ന് റൗണ്ട് ചെയ്യാനായിട്ട് റൗണ്ട് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ ഈക്വൽ ടു റൗണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, സെലക്ട് സാലറി വിത്തൗട്ട് ഓവർ ടൈമും ഓവർ ടൈം വേജസും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ടൈപ്പ് 0, അത് നിയറസ്റ്റ് വണ്ണിലേക്ക് റൗണ്ട് ചെയ്യാനായിട്ട്. കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ഇതൊന്ന് താഴെ വരെ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് എംപ്ലോയി വൈസ് ടോട്ടൽ കിട്ടിയാൽ മതി. എംപ്ലോയി വൈസ് ടോട്ടൽ കിട്ടാനായിട്ട് ആദ്യം തന്നെ എംപ്ലോയി നെയിമിൻ്റെ കോളം ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് കണ്ടീഷൻസിൻ്റെ താഴെ ഒന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ യുണീക്ക് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
നമ്മൾ സമ്മി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽ ടോട്ടൽ സാലറി കാണുന്നത്. സോ ഈക്വൽ ടു സമ്മി ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ സെലക്ട് റേഞ്ച് ഓഫ് എംപ്ലോയീസ് കോമ ലെഫ്റ്റ് സൈഡിലുള്ള എംപ്ലോയിയുടെ നെയിം കോമ സാലറിയുടെ റേഞ്ച്. ഇത് രണ്ടും F4 പ്രസ് ചെയ്യണം കോൺസ്റ്റന്റ് ആക്കാനായിട്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത് താഴത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻഡിവിജ്വൽ ടോട്ടൽസ് കിട്ടി. ഇനി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സാലറിയുടെ ടോട്ടൽ എടുക്കുക, അതേപോലെ ടോട്ടൽ സാലറി കോളത്തിൻ്റെയും ടോട്ടൽ എടുക്കുക. അത് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഈ ടോട്ടൽ ഈക്വൽ ടു ആ ടോട്ടൽ. എൻ്റർ ചെയ്യുക. ദ ആൻസർ ട്രൂ ആണ്. സൊല്യൂഷൻ കറക്റ്റ് ആണ്. എല്ലാവർക്കും ഫോർമുല ഫംഗ്ഷൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൈനൽ വർക്കിംഗ് ഫയൽ ലിങ്കിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, ഇതിനേക്കാളും നല്ല മെത്തേഡ്സും ഉണ്ടാവാം. നമുക്ക് ഇത് സോൾവ് ചെയ്യണം, അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ടൈം കാണാം.